ഒരിടത്തൊരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ തന്റെ കയ്യിലിരുന്ന 10 മാങ്ങ മക്കൾക്ക് നൽകി. മൂത്തവന് 5 മാങ്ങയും രണ്ടാമത്തവന് 3 മാങ്ങയും മൂന്നാമത്തവന് 2 മാങ്ങയും നൽകി. എങ്കിൽ 4-മത്തവന് എത്ര മാങ്ങ കിട്ടും? ബോബൻ പറയൂ. സാറേ, അത് പച്ച മാങ്ങയോ പഴുത്ത മാങ്ങയോ? അത് പഴുത്ത മാങ്ങ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ 4-മത്തവന് 10 മാങ്ങ ഉണ്ട് കിട്ടും. ഡോക്ടർ സാറേ, എന്റെ പല്ല് വേദനിച്ചിട്ട് വയ്യ. 32 പല്ലിനും തൊളയാ. ഒരു കാര്യം ചെയ്യ, നല്ല ഈയം കുറച്ചെടുത്ത് ഉരുക്കി എന്നും രാവിലെയും വൈകിട്ടും കവിൾ കൊള്ളണം. പല്ലിലെ തൊളയെല്ലാം അടഞ്ഞു. രാത്രി കിടന്നുറങ്ങാൻ മേല. വയറിനകത്ത് ചിലപ്പോഴൊക്കെ എലി കരയും പോലുള്ള സ്വരം. താൻ പേടിക്കണ്ട, ഇതൊരു തരം എലിപ്പനിയാ. വയറിനകത്ത് എലിക്കുഞ്ഞുങ്ങൾ കാണും. കിടക്കാൻ നേരം ദിവസവും എലിവേഷം തിന്നേച്ച് കിടക്കുക. അതെ, കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ബസ്സുണ്ടോ? ഇപ്പം ബസ്സുണ്ടോന്നൊക്കെ ആർക്കറിയാ? പണ്ട് മൂപ്പർക്ക് ഒരു ജീപ്പ് ഉണ്ടായിന്. എന്ത്? നമുക്ക് ചെവി കേൾക്കൂല. ഇപ്പൊ മൂപ്പർക്ക് ബസ്സുണ്ടോന്ന് നമ്മക്ക് അറിയില്ല എന്നാ പറഞ്ഞത്. ഏത് മൂപ്പർക്ക്? ഞാൻ ചോദിച്ചത് കൊട്ടാരക്കരയ്ക്ക് ഇപ്പൊ ബസ്സുണ്ടോന്നാ. അതന്നെ നമ്മള് പറഞ്ഞത്. ഇപ്പൊ മൂപ്പർക്ക് ബസ്സുണ്ടോന്നൊന്നും നമ്മക്ക് അറിയൂല. പണ്ട് സിനിമയിലായ കാലത്ത് ചിലപ്പോ ഉണ്ടായേക്കും. പോയാ ദൈവം നിന്നെ പരീക്ഷയെ സഹായിക്കും. താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ? നല്ലോണം എഴുതിയോടാ? എഴുതിയൊന്നുമില്ല. ഒന്നും എഴുതിയില്ലേ? പിന്നെങ്ങനെ ജയിക്കും? ജയിച്ചാൻ പാതി മാർക്ക് മതി. അത് ദൈവം തരുന്നല്ലേ അമ്മ പറഞ്ഞേ. ഡോക്ടർ, എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. അതിനുള്ള മരുന്ന് ഇവിടെ ഉണ്ട്. സിസ്റ്റർ, ആ 20 നമ്പർ പെട്ടിയിലെ മരുന്ന് ഇയാൾക്ക് കൊടുക്ക്. അത് മണ്ണെണ്ണയല്ലേ? അതല്ലേ ഇന്നലെ എനിക്ക് വന്നപ്പോ തന്നത്. അപ്പൊ അത് ഓർമ്മയുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. ഫീസ് തന്നിട്ട് പോയിക്കോളി. ആകെ പ്ലിങ് ആയി. ഇയാൾക്കൊരു പണി കൊടുക്കണം. വെരി ഡോക്ടർ, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, ഇതിന് നമ്മളെ കയ്യിൽ മരുന്നില്ല. ഇത് 500 റുപ്യ. ഇത് 50 റുപ്യല്ലേ? ഓ ഗംഭീരം, നിങ്ങളുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു.